പവൻ ഗോൾഡ് തിരൂർ. ആളുകൾ പറഞ്ഞു അയ്യോ ഇന്ന് പാർട്ടി അല്ലല്ലോ, അപ്പോഴാണ് ഇയാൾ CPIM ആണെന്ന് മാറ്റി അപ്ഡേറ്റ്. അതുകൊണ്ട് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ആശയങ്ങളും ശരിയാണ് ധരിച്ചു വെച്ചേക്കരുത്. എന്നാൽ ഏതാണ്ട് 10-70% വിവരങ്ങൾ ശരിയാ. ഇപ്പൊ 2025 കണക്ക് പ്രകാരം പറയുന്നത് ഏതാണ്ട് 75% സംവിധാനങ്ങളിലേക്ക് AI കടന്നു. 75% ജോലികളിലേക്ക് 2025 AI ഇടപെടാൻ തുടങ്ങും. 2030 75% 2025 AI ഇടപെടുമെങ്കിൽ 2030 25% പ്രവർത്തനങ്ങൾ AI റീപ്ലേസ് ചെയ്യും. 25% ജോലി AI റീപ്ലേസ് ചെയ്യും. അപ്പൊ ആ നിലയിലേക്ക് ആധുനിക സാങ്കേതിക വികാസം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യ നിങ്ങളറിയാം. ഇപ്പോ ശുഭാംശു ശുക്ല തിരിച്ചു വന്നു. ശുഭാംശു ശുക്ല എന്ന സ്പേസ് യാത്രക്കാരൻ അദ്ദേഹം സ്പേസിൽ ജീവിച്ച് തിരിച്ചു വന്നു. അവിടെയും AI സംവിധാനങ്ങളുണ്ട്. അപ്പൊ ആധുനിക സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ നിങ്ങൾ അറിയണം, നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ. ഗുണങ്ങൾ ഒരുപാടുണ്ട്, ദോഷങ്ങളും അതുപോലെ. റെഗുലേഷൻ മസ്റ്റാണ്. റെഗുലേഷൻ മസ്റ്റാണെന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ കാലശേഷം എൻ്റെ AI ചിത്രങ്ങൾ ഉണ്ടാക്കിയാലോ? അതാണ് പറയുന്നത്. റെഗുലേഷൻ വേണം, നിയമം വേണം. എന്തുകൊണ്ട്? എൻ്റെ അനുവാദമില്ലാതെ ഞാൻ മരിച്ചാൽ ഞാൻ ജീവിക്കും. പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ അനുവാദമില്ലാതെ നാളെ എൻ്റെ ചിത്രങ്ങൾ AI ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിയമം വേണമെന്ന് പറയാൻ കാരണം. ആധുനിക സാങ്കേതിക വിദ്യയുടെ ഭാഗമായ നിർമ്മിത ബുദ്ധി ലോകത്ത് ശക്തിപ്പെടുമ്പം നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണം അനിവാര്യമാണ്. നിർമ്മിത ബുദ്ധിക്കകത്ത് റെഗുലേഷൻ. ലോകത്താദ്യമായി നിർമ്മിത ബുദ്ധിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിയന്ത്രണം കൊണ്ടുവന്ന രാജ്യം ചിലിയാണ്. ചിലിക്കകത്താണ് റെഗുലേഷൻ ആദ്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ കൃത്രിമ നിർമ്മിത ബുദ്ധിയെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയും കുറിച്ച് ഇവിടെ കോട്ടക്കൽ നഗരസഭ ആളുകളെ പഠിപ്പിക്കാൻ മുന്നോട്ട് വന്നത് മാതൃകാപരമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. ഫോൺ നമ്പർ 7592944645197440 അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.